പാലാ നഗരസഭയിലെ ചെയർപേഴ്സന്റെ ഉത്തരവാദിത്തം അജണ്ട വായിക്കുക മാത്രമായി ഒതുങ്ങിയെന്ന് വാർഡ് കൗൺസിലർ ബെറ്റി ഷാജു തുരുത്തൻ. ആ രീതി അംഗീകരിച്ചു കൊടുക്കാനാവില്ല എന്നും കൗൺസിൽ യോഗത്തിലെ ചോദ്യങ്ങൾക്ക് അച്ഛൻ ബിനു പുളിക്കക്കണ്ടം അല്ലെങ്കിൽ സെക്രട്ടറി ഉത്തരം പറയുന്ന രീതി ഇനി നടപ്പില്ല എന്നും ബെറ്റി പറഞ്ഞു. കൗൺസിൽ അധികാരത്തിൽ വന്നിട്ട് ഇപ്പം 2 മാസത്തോളമായി ഇവിടെ ബിജു സൂചിപ്പിക്കുകയും ചെയ്തു, ഞങ്ങൾ അനാവശ്യമായിട്ട് ഒരു കാര്യത്തിൽ ഇടപെടാറില്ല, ഒരു വിഷയം തർക്കത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം ഒരു പുതിയ ഭരണസമിതി വന്നപ്പോഴേ നമ്മൾ കയറി എല്ലാ കാര്യത്തിനും എതിർത്ത് നിന്നു എന്ന് പറയാനുള്ള സാഹചര്യം ഉണ്ടാകാതിരിക്കുക എന്ന് ശ്രദ്ധിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ചെയർപേഴ്സൻ്റെ ഉത്തരവാദിത്തം അജണ്ട വായിക്കുക അത് മാത്രമാണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. ഇതിനെ സംബന്ധിച്ചുള്ള മറ്റു മറുപടികളും ഉത്തരങ്ങളും പറയുക എന്നുള്ളത് ബിനു പുളിക്കക്കണ്ടം ചെയർപേഴ്സൻ്റെ അച്ഛൻ ആ ഒരു രീതിയിലാണ് പോകുന്നത്. പക്ഷെ ഇങ്ങനെ എന്നും തുടർന്ന് പോകാൻ പറ്റില്ല. ആദ്യകാലമൊക്കെ നമുക്കും മനസ്സിലാകും, ഒരു ചെറുപ്പമാണ്, കൊച്ചു ചെറുപ്പമാണ്, കാര്യങ്ങൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ. പക്ഷെ ഇനി അങ്ങോട്ട് എന്നും ഇത് തന്നെ തുടരുക എന്ന് പറയുന്ന ആ ഒരു മനോഭാവം അത് നമ്മളെന്നും അംഗീകരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അവൻ ജനം ചോദിക്കും, ഇവിടെ ഇരിക്കുന്ന പ്രതിപക്ഷം എല്ലാണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നൊരു ചോദ്യം. ഇവർക്ക് എന്നെ ഒന്നും അറിയത്തില്ലേ, ഇങ്ങനെയാണോ ഒരു കൗൺസിലിനെ മാനേജ് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു ചോദ്യം ഉണ്ടാവും പൊതുജനത്തിൻ്റെ വശത്ത് നിന്ന്. കാരണം ഇവിടെ ചെയർപേഴ്സന്മാരായി ഇരുന്നവർ തന്നെ ഞങ്ങൾ 1, 2, ജോസഫിനോ 3, 4, 5 പേരുണ്ട് ഇരുന്നവർ തന്നെ. ഞങ്ങളൊക്കെ ഈ കസേരയിൽ ഇരുന്നപ്പോൾ എത്രമാത്രം സീനിയോറിറ്റി ഉണ്ടെന്ന് പറഞ്ഞാലും അജണ്ട വെൽ സ്റ്റഡീഡ് ആയിരിക്കും. അജണ്ട പഠിച്ചിട്ട് ചെന്നാൽ പോലും പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങൾ വരുമ്പം നമുക്ക് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുക അത് സ്വാഭാവികമായ കാര്യമാണ്. കാരണം നമ്മൾ പബ്ലിക്കിനോട് ഇത് മുഴുവനും കണ്ടിരിക്കുന്ന ഒരു പബ്ലിക്കുണ്ട്. വെറുതെ ആ ഒരു കോളിനകത്ത് നിന്ന് പറഞ്ഞിട്ട് പോവുകയല്ല. അപ്പം നമുക്കൊരു ധാർമ്മികതയോട് ഒരു ഉത്തരവാദിത്വമുണ്ട്, പറയുന്ന വാക്കുകളോട് ഒരു ഉത്തരവാദിത്വമുണ്ട്. ഇത് തന്നെയായിരുന്നല്ലോ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്ന ആര്യ. പ്രായം ചെറുതായിരുന്നു, 21-22 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. പുള്ളിക്കാരിക്ക് എല്ലാ കാര്യം മാനേജ് ചെയ്തില്ലേ. ആരും ഭർത്താവും അച്ഛനും ഒന്നും ഇല്ലായിരുന്നു അവിടെ. അപ്പൊ ഇത് ആദ്യമൊക്കെ നമുക്ക് അംഗീകരിക്കാം. പക്ഷെ എല്ലാം നോക്കട്ടെ, പാസാക്കി നടത്താവുന്നതാണ്. ഇങ്ങനെ ഒരു വാക്കിൽ മാത്രം ഉത്തരം പറഞ്ഞു പോവുക. അതുപോലെ തന്നെ അല്ലെ സെക്രട്ടറി ഉത്തരം പറയുക, എന്തെങ്കിലും കുറച്ച് പറയട്ടെ സെക്രട്ടറി ഉത്തരം പറയുക, അല്ലെ അച്ഛൻ ഉത്തരം പറയുക. ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ അജണ്ട പഠിക്കാനാ കൊച്ച് എത്രയായാലും അതിനായിട്ട് മെനക്കണം.